വെൽക്കം സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലൈൻ ഇൻ്റഗ്രൽ എന്താണെന്ന് കണ്ടു. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സർഫസ് ഇൻ്റഗ്രൽ. ഇപ്പോൾ സർഫസ് ഇൻ്റഗ്രലിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എസ് വി ഡോട്ട് ടി എസ്. ഇവിടെ ഇൻ്റഗ്രൽ എസ് എന്ന് കൊടുത്തിരിക്കുന്ന സർഫസ് ഇൻ്റഗ്രലിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലൈൻ ഇൻ്റഗ്രൽ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ലൈൻ ഇൻ്റഗ്രൽ അല്ലെങ്കിൽ പാത്ത് ഇൻ്റഗ്രൽ അല്ലേ, രണ്ട് പോയിൻറ്റിനെ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു പാത്ത് ഉണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് പാത്ത് ഉണ്ട്. അപ്പോൾ ഓരോ പാത്തിൻ്റെയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ രണ്ട് പാത്ത് കൺസിഡർ ചെയ്തു. ആ രണ്ട് പാത്തിലെയുള്ള ലൈൻ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കണ്ടു. അത് രണ്ടും ഡിഫറെൻ്റ് ആണെന്നും നമ്മൾ കണ്ടു. എന്ന് പറഞ്ഞ പോലെ അവിടെ ലൈൻ ഇൻ്റഗ്രലാണെങ്കിൽ ഇവിടെ ഒരു സർഫസിലുള്ള ആ വെക്ടറിൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇൻഫിനിറ്റിസിമൽ ഏരിയൽ വെക്ടർ ആദ്യം കൺസിഡർ ചെയ്യുന്നു. വളരെ സ്മോൾ ആയിട്ടുള്ള ഒരു ഏരിയ കൺസിഡർ ചെയ്യുന്നു. ആ ഏരിയയിലുള്ള വെക്ടറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം ഫുൾ ആ ഹോൾ സർഫസിൻ്റെ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. സോ ഇൻ്റഗ്രൽ വി ഡോട്ട് ഡി എസ്. ഇനി ഇതിൻ്റെ ക്ലോസ്ഡ് സർഫസ് ആണെങ്കിൽ ഇങ്ങനെ നമുക്ക് എഴുതാം, ക്ലോസ്ഡ് സർഫസ് വി ഡോട്ട് ഡി എസ്. ഇനി ഇതിൻ്റെ ഒരു പ്രോബ്ലം ആണ് പറയുന്നത്. കാൽക്കുലേറ്റ് ദി സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ദി വെക്ടർ ഫംഗ്ഷൻ വി ഈസ് ഈക്വൽ ടു 2xz x ക്യാപ് പ്ലസ് x പ്ലസ് 2y ക്യാപ് പ്ലസ് y ഇൻറ്റു സെഡ് സ്ക്വയർ മൈനസ് 3z ക്യാപ് ഓവർ 5 sides excluding the bottom of the cubical box having sides 2 unit. അപ്പോൾ അതിൻ്റെ സൈഡ് എന്ന് പറഞ്ഞപ്പോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ എല്ലാ സൈഡും സെയിം ആയിരിക്കും അല്ലേ. അപ്പോൾ ആ സൈഡ് എന്ന് പറയുന്നത്, സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2 units ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ 5 സർഫസിനെ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എക്സ്ക്ലൂഡിങ് ദി ബോട്ടം ഓഫ് ദി ക്യൂബിക്കൽ ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 6 സർഫസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 5 സൈഡ്സിനെ കണ്ടാൽ മതി. അപ്പോൾ ഇവിടെ 5 സർഫസ് വരുന്നുണ്ട്. അപ്പോൾ ഓരോ സർഫസിലെയും സർഫസ് ഇൻ്റഗ്രൽ നമ്മൾ കണ്ടുപിടിക്കുക. അതിനുശേഷം അതിൻ്റെ ടോട്ടൽ സർഫസ് ഇൻ്റഗ്രൽ എന്താണെന്ന് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഫ്ലക്സ് എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഫസ്റ്റ് ഫേസ് ഞാൻ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഫേസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് നോക്കിയേ, ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഇതാണ് ഫസ്റ്റ് ഫേസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 1 എന്ന് എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഫസ്റ്റ് ഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ നേരെ കാണുന്ന ആ സർഫസ്, അതാണ് ഫസ്റ്റ് ഫേസ്. ഇനി സെക്കൻഡ് ഫേസ് എന്ന് കൊടുത്തിരിക്കുന്നത് നിങ്ങളിൽ നിന്നും അകന്നു പോകുന്ന ആ ഒരു സർഫസാണ് സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് ഫേസ് ഈ സൈഡ് ഫേസ്, ഫോർത്ത് ഫേസ്, ദെൻ ഫിഫ്ത്ത് ഫേസ് ഇതിൻ്റെ മുകളിലോട്ടുള്ള ഫേസ്. അപ്പോൾ ഇതിൻ്റെ ബോട്ടം ഫേസ് എന്ന് മാത്രം നമ്മൾ എന്താണ് കൺസിഡർ ചെയ്തിട്ടില്ല. ഇങ്ങനെ 5 ഫേസ് നമ്മൾ എടുത്തു. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഇറ്റ് ഈസ് 2 ആൻഡ് വൈയിൽ 2 യൂണിറ്റ്, സെഡിൽ 2 യൂണിറ്റ് ആണ് വരുന്നത്. ഇനി ഫസ്റ്റ് ഫേസ് നോക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഫേസ് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നമ്മളിലേക്ക് വരുന്ന ഫേസാണ്. ഇപ്പോൾ ഇവിടെ ഒരു ഏരിയൽ വെക്ടറിൻ്റെ ഒരു ഏരിയയെ നമുക്കൊരു വെക്ടറായിട്ട് കൺസിഡർ ചെയ്യാമെന്ന് ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഏരിയ എന്താണോ അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ആ ഏരിയൽ വെക്ടറിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫേസ്, ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫേസ് ഏതാണ്? ഇതാണ്, ഈ ഫസ്റ്റ് ഫേസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട്, അപ്പോൾ നിങ്ങൾക്ക് നേരെ വരുന്ന പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഒരു വെക്ടർ, അതാണ് ആ ഏരിയൽ വെക്ടറിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, ഈ ഏരിയയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷൻ അല്ലെങ്കിൽ ഈ ഒരു സർഫസ് ഏത് പ്ലെയിനിലാണുള്ളത്? ഈ ഒരു സർഫസ് ഉള്ള പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ZY പ്ലെയിനിലാണുള്ളത് അല്ലേ, ZY പ്ലെയിനിലാണുള്ളത്. ഇനി ഇത് ഈ ZY പ്ലെയിനിലുള്ള ഈ ഒരു ഏരിയയുടെ വെക്ടർ എന്ന് പറയുന്നത്, ഏരിയൽ വെക്ടർ എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലാണ്? X ഡയറക്ഷനിലാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഓൾറെഡി ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ഈ ഒരു സർഫസിൽ ഫസ്റ്റ് സർഫസ്, ഈ സർഫസ് ഉള്ളതിപ്പോൾ ZY പ്ലെയിനിലും അതിൻ്റെ ഏരിയൽ വെക്ടർ എന്ന് പറയുന്നത്, അപ്പോൾ ഏരിയ നമ്മൾ ആ ഒരു വെക്ടറിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ് ക്യാപ്പ് യൂണിറ്റ് വെക്ടർ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ എക്സ് ക്യാപ്പ് എന്ന് വരും. എക്സ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ X ഡയറക്ഷനിലാണ് അതിൻ്റെ ഏരിയൽ വെക്ടർ വരുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഇതാണ് X ഈക്വൽ ടു 2 അല്ലേ. അപ്പോൾ നിങ്ങളെപ്പോഴും ഓർത്താൽ മതി, ഇപ്പോൾ ഈ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് YZ പ്ലെയിനിലാണ് അല്ലേ. അപ്പോൾ YZ പ്ലെയിൻ എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത് എന്താണ്? X ആണ് വരുന്നത്. അപ്പോൾ Xൻ്റെ വാല്യൂ എന്താണ്? 2 ആണ്. 2 യൂണിറ്റ്സ് ആണ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇനി DS എന്ന് പറയുന്നത് എന്താണ്? ആ സ്മോൾ എലമെൻറ്റൽ ഏരിയ അല്ലേ, ഇൻഫിനിറ്റിസിമൽ ഏരിയ ആണ് DS എന്ന് പറയുന്നത്. കാരണം ഇതാണല്ലോ വി ഡോട്ട് DS ആണ് നമുക്ക് ചെയ്യേണ്ടത്. സോ DS എന്ന് പറയുന്നത് എന്താണ്? DY DZ X ക്യാപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഈ സ്മോൾ ഏരിയയിലെ ഇവിടെ നമ്മളിങ്ങനെ ഒരു ഏരിയ എടുത്തു. ഈ ഏരിയ ഈ ഫുൾ ഏരിയയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ചെറിയൊരു ഏരിയ എടുത്തു, അത് DS. അപ്പോൾ DSൻ്റെ ഏരിയൽ വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അല്ലേ, ഈ ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അത് ഏത് ഡയറക്ഷനാണ് വരിക? X ഡയറക്ഷനാണ് വരുന്നത്. അതുകൊണ്ടാണ് അവിടെ X ക്യാപ്പ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നേരെ ഇൻ്റഗ്രൽ ചെയ്യാം. സോ ഇൻ്റഗ്രൽ വി ഡോട്ട് DS ഈക്വൽ ടു
അപ്പോൾ വി വെക്ടർ ഫംഗ്ഷൻ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഡോട്ട് ഡി എസ് ആണ് ചെയ്യേണ്ടല്ലേ. അപ്പോൾ ഇവിടെ ഡോട്ട് പ്രൊഡക്റ്റ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഡി എസ് എന്താണ്? ഡി വൈ ഡി സെഡ് എക്സ് ക്യാപ്പ്. അപ്പോൾ ഇവിടെ നോക്കിയേ, വെക്ടർ ഫംഗ്ഷൻ ഇതാണല്ലേ, 2xz എക്സ് ക്യാപ്പ്. ഇവിടെ വരുന്നത് വൈ ക്യാപ്പ് സെഡ് ക്യാപ്പ്. അപ്പോൾ എന്തായാലും ഈ എക്സ് ക്യാപ്പ് ഡോട്ട് ഇവിടെ എക്സ് ക്യാപ്പ് ചെയ്യുമ്പോൾ മാത്രമേ എന്താണ് ഡോട്ട് പ്രൊഡക്റ്റ് അല്ലേ ഇവിടെ എടുക്കേണ്ടത്. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഇത് മാത്രമേ പറ്റുള്ളൂ. ബാക്കി വൈ ക്യാപ്പും സെഡ് ക്യാപ്പും വരുന്നതുകൊണ്ട് എക്സ് ക്യാപ്പുമായിട്ട് ഡോട്ട് ചെയ്യുമ്പോൾ അതെന്താകും? 0 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടേം മാത്രം ഇവിടെ വന്നാൽ മതി. എക്സ് ക്യാപ്പിൻ്റെ ഈ ഒരു ടേം മാത്രം മതി. വൈ ക്യാപ്പും സെഡ് ക്യാപ്പും എന്ത് വരും? അത് 0 ആയിട്ട് പോകും എക്സ് ക്യാപ്പ് കൊണ്ട് ഡോട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഞാൻ ഇങ്ങനെ എഴുതി, അതായത് ഇൻ്റഗ്രൽ 2xz dy dz അറ്റ് x ഈക്വൽ ടു 2, ബിക്കോസ് x ഈക്വൽ ടു ഓൾറെഡി നമുക്കറിയാവുന്ന ഒന്നാണ്. അപ്പോൾ ഇനി എന്താണ് ചെയ്യുക? എക്സിന് 2 ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ 2 × 2 ഇൻ്റഗ്രൽ, ഇപ്പോൾ 2 ഇൻ്റഗ്രൽ വരുന്നുണ്ട്, ഒന്ന് വൈ പിന്നെ ഇസഡ് അല്ലേ, അതുകൊണ്ടാണ് ഡബിൾ ഇൻ്റഗ്രൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് ഡി വൈ ഡി ഇസഡ് എടുത്താലും അതിൻ്റെ മാക്സിമം ചേഞ്ച് എവിടെയാണ്? 0 മുതൽ 2 വരെയാണ്. കാരണം ആ സൈഡ് എവിടം വരെയാണ് വരിക? 2 യൂണിറ്റ്സ് ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ 0 to 2 സെഡ് ഡി ഇസഡ് ഇൻ്റഗ്രൽ 0 to 2 ഡി വൈ. ഇനി 2 × 2 4, ദെൻ സെഡ് ഡി സെഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും? z²/2 ഇൻ്റഗ്രൽ ലിമിറ്റ് കൊടുത്തു 0 to 2, ആൻഡ് ഡി വൈയെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y വരും, ദെൻ ലിമിറ്റ് കൊടുത്തു 0 to 2. ഇനി ഇവിടെ വരുമ്പോൾ എന്ത് വരും? 4 - 0 × 2 - 0. ഇവിടെ 2² വരുമ്പോൾ എന്താ വരിക? ഇവിടെ z² 4 വരും. ഇവിടെ 2ഉം ഈ 4ഉം കൂടെ ക്യാൻസൽ ആയതുകൊണ്ടാണ് ഇവിടെ 2 വന്നത്. ദെൻ ടോട്ടൽ ദ ആൻസർ ഫസ്റ്റ് ഫേസിൻ്റെ ആ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എന്താണ്? 16 നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫേസ് കിട്ടി. ഇനി നമ്മൾ സെക്കൻഡ് ഫേസ് നോക്കുക. സെക്കൻഡ് ഫേസ് വരുമ്പോഴത്തേക്ക് എന്ത് ഫേസാണ്? അതാ ഈ ഒരു ഫേസാണ് സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫേസിൻ്റെ ഏരിയൽ വെക്ടർ എന്ന് പറയുമ്പം ഇത് ആ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. ആ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഏരിയയുടെ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. അതെന്ത് ഡയറക്ഷനാണ്? ഇങ്ങോട്ട് എക്സ് ആണെങ്കിൽ ഇങ്ങോട്ട് എന്ത് വരും? -x വരും അല്ലേ. സോ -x ക്യാപ്പാണ്. അവിടെ എക്സിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ് വരുന്നത് അല്ലേ. ഈ ഒരു ഏരിയ ഉള്ളത് ഏതാണ്? ഏത് പ്ലെയിനിലാണ്? ZY പ്ലെയിനിലാണുള്ളത്. അവിടെ പക്ഷേ എക്സ് കാണിച്ചിട്ടില്ല അല്ലേ. സോ x ഈക്വൽ ടു 0. ഇനി ഇതിൻ്റെ ഏരിയൽ വെക്ടർ എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനാണ്? -x ക്യാപ്പ് നമുക്ക് കൊടുക്കാം. അങ്ങനെ ആണെങ്കിൽ സർഫസ് എന്ന് പറയുന്നത് ഇതാണ്. x ഈക്വൽ ടു 0 വരും. ds ആ സ്മോൾ വാല്യൂ എന്ന് പറയുന്നത് -dy dz എക്സ് ക്യാപ്പ് വരും. dy dz പ്ലെയിനിലാണ് അല്ലെങ്കിൽ yz പ്ലെയിനിലാണ്. എക്സ് ക്യാപ്പ് എന്ന് പറയുന്നത് എന്ത് വരും? -x ക്യാപ്പാണ് വരിക. ഇനി ഇത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇൻ്റഗ്രൽ v ഡോട്ട് ds ഈക്വൽ ടു ഇൻ്റഗ്രൽ -2xz dy dz അറ്റ് x ഈക്വൽ ടു 0. അപ്പോൾ എക്സിന് ഇവിടെ ഞാൻ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ 0 ആയിരിക്കും കിട്ടുന്നത്. സോ സെക്കൻഡ് സർഫസിൽ ആ സർഫസ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്ത് വരും? വാല്യൂ 0 വരും. ഇനി തേർഡ് സർഫസ് എടുക്കുകയാണ്. അപ്പോൾ തേർഡ് സർഫസ് നോക്കിയേ, ഇതാണ് തേർഡ് സർഫസ് എന്ന് പറയുന്നത്. ഈ ഒരു സർഫസാണ് തേർഡ് സർഫസ് എന്ന് പറയുന്നത് അല്ലേ. ഇനി ആ ഒരു സർഫസ് എവിടെയാണുള്ളത്? എക്സ് സെഡിലാണ് അല്ലേ. എക്സ് സെഡ് പ്ലെയിനിലാണ് ഈ സർഫസ് ഉള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും. എക്സ് സെഡ് സർഫസിൽ അത് വരും. സോ അങ്ങനെയാകുമ്പോഴത്തേക്കും അവിടെ വൈയുടെ വാല്യൂ എന്താ വരിക? വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ് അല്ലേ. വൈയുടെ വാല്യൂ 2 ആണ്. സോ ഞാനിവിടെ y ഈക്വൽ ടു 2 എന്ന് കൊടുത്തു. x ഈക്വൽ ടു dx dz y ക്യാപ്പ് കൊടുത്തു. ഇനി ഇൻ്റഗ്രൽ v ഡോട്ട് ds x+2 dx dz ഇൻറ്റു y ഈക്വൽ ടു എന്തുകൊണ്ടാണ് വരുന്നത്? കാരണം നമ്മുടെ ഈ ഒരു വെക്ടറിൽ എക്സ് ക്യാപ്പും സെഡ് ക്യാപ്പും കൊണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടും. ഇവിടെയാണ് വൈ ക്യാപ്പ് വരുന്നത് അല്ലേ. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് നമ്മൾ ഇവിടെ എടുക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ വൈ ക്യാപ്പാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പോർഷൻ മാത്രമേ കിട്ടുള്ളൂ. ബാക്കി എക്സ് ക്യാപ്പിൻ്റെയും സെഡ് ക്യാപ്പിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 0 ആയിരിക്കും വരിക. സോ വി ഡോട്ട് ds ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ x+2 dx dz അറ്റ് y ഈക്വൽ ടു 2 കൊടുക്കുന്നു. ഇനി ഇവിടെ നമുക്ക് y ഈക്വൽ ടു എന്ന് കൊടുത്താലും ഇവിടെ വൈയുടെ ടേം ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും തന്നെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഞാൻ ഡബിൾ ഇൻ്റഗ്രലായിട്ട് സെപ്പറേറ്റ് ചെയ്ത് തന്നെ കൊടുക്കുന്നു. എക്സിൻ്റെ വാല്യൂ വേരി ചെയ്യുന്നത് അല്ലെങ്കിൽ ഡി എക്സ് വേരി ചെയ്യുന്നത് എന്താണ്? 0 to 2 ആണ്. ഡി സെഡ് എന്ന് പറയുന്നതും വേരി ചെയ്യുന്നതാണ് 0 to 2 ആണ്. സോ 0 to 2 x+2 dx ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2 dz. ഇനി എക്സിൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? x²/2 ഞാൻ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതായത് 0 to 2 പ്ലസ് 2 dx അല്ലേ. 2 dx വരുമ്പോൾ 2 കൊടുക്കുന്നു ഞാൻ, കോൺസ്റ്റൻ്റ് ആണ്. ദെൻ dx എന്ന് പറയുമ്പോൾ എന്ത് വരും? x ആണ്. അപ്പോൾ 0 to 2 കൊടുത്തു. ഇൻറ്റു dz ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ z വരും. ലിമിറ്റ് കൊടുത്തു 0 to 2 കൊടുത്തു. ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 12 കിട്ടുന്നു.
ഇനി ഫോർത്ത് സർഫസ് എന്ന് പറയുന്നത് ഏതാ? ഈ ഫിഗറിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇതാണ് ഫോർത്ത് സർഫസ് എന്ന് പറയുന്നത്. ഈ ഒരു സർഫസാണ് ഫോർത്ത് സർഫസ് എന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ അത് ഏത് പ്ലെയിനിലാണുള്ളത്? അതുള്ള പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എക്സ് ഇസഡ് പ്ലെയിനിൽ തന്നെയാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, എക്സ് ഇസഡ് പ്ലെയിനിൽ തന്നെയാണുള്ളത്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ തേർഡ് സർഫസ് എടുത്തപ്പോഴും എന്താണ്? എക്സ് ഇസഡ് പ്ലെയിനാണുള്ളത്. ഇത് നമ്മൾ പോസിറ്റീവ് ഡയറക്ഷൻ അല്ലെങ്കിൽ പോസിറ്റീവ് വൈ ക്യാപ്പ് നമ്മൾ കൊടുത്തു. അപ്പോൾ ഇത് വരുമ്പോഴത്തേക്ക് എന്ത് കൊടുക്കും? ഈ ഏരിയൽ വെക്ടറിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ മൈനസ് വൈ ക്യാപ്പ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഫോർത്ത് സർഫസിൽ മൈനസ് വൈ ക്യാപ്പ് കൊടുക്കുന്നു. അതുകൊണ്ടാണ് എനിക്കിവിടെ ഇപ്പോൾ y = 0 കൂടെ കൊടുത്തു, ds = മൈനസ് dx dz വൈ ക്യാപ്പ് എന്ന് കൊടുത്തു. ഇനി ഇൻ്റഗ്രൽ v.ds = മൈനസ് ഓഫ് എക്സ് പ്ലസ് 2 dx dz. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. മൈനസ് ഇൻ്റഗ്രൽ 0 to 2 x + 2 dx ഇൻ്റഗ്രൽ 0 to 2 dz. ഇനി ഇതിൻ്റെ എല്ലാം നമ്മൾ സാധാരണ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന പോലെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അതിനുശേഷം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് -12 ആണ്. ഇനി ലാസ്റ്റ് സർഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിഫ്ത്ത് സർഫസ് ആണ് അല്ലേ. ഫിഫ്ത്ത് സർഫസ് എന്ന് പറയുമ്പോൾ ഏത് സർഫസാണ് വരിക? ഈ ഒരു സർഫസാണ് ഫിഫ്ത്ത് സർഫസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സർഫസ് എവിടെയാണ് കിടക്കുന്നത്? എക്സ് വൈ പ്ലെയിനിലല്ലേ, എക്സ് വൈ പ്ലെയിനിലാണ് അത് ഉള്ളത്, ആ ഒരു സർഫസ് ഉള്ളത്. അപ്പോൾ എക്സ് വൈ പ്ലെയിനിലാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ ഏരിയൽ വെക്ടർ, അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? സെഡ് ഡയറക്ഷനിലായിരിക്കും വരിക. അങ്ങനെ ഓർത്താൽ മതി. എക്സ് വൈ ആണെങ്കിൽ സെഡ് ഡയറക്ഷനിൽ, ഇപ്പോൾ എക്സ് സെഡ് ആണെങ്കിൽ വൈ ഡയറക്ഷനിൽ, അല്ലെങ്കിൽ എക്സ് സെഡ് വൈ ആണെങ്കിൽ എക്സ് ഡയറക്ഷനിൽ വരും. സോ ഇവിടെ നോക്കുമ്പോഴത്തേക്കും അവിടെ എന്താണ്? Z = 2 ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഈ ഒരു പ്ലെയിനിലാണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? 0 to 2 അല്ലേ. Z എന്ന് പറയുന്നത് 0 to 2 ആണ്. ഇനി ബാക്കി ds എന്ന് പറയുന്നത് എന്താണ്? dx dy z ക്യാപ്പ് ഞാൻ കൊടുത്തു. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രൽ v.ds y × z² - 3 × dx dy z ക്യാപ്പ്. എന്തുകൊണ്ടാണ് അത് വരിക? കാരണം ഈ ലാസ്റ്റ് പോർഷൻ്റെ അവിടെയാണ്, ലാസ്റ്റ് ടേം ആണ് സെഡ് ക്യാപ്പ് വരുന്നത് അല്ലേ. ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ഇത് മാത്രമേ വരുള്ളൂ. ബാക്കി വൈ ക്യാപ്പും എക്സ് ക്യാപ്പും ഡോട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ആ ടേം എല്ലാം 0 ആയിട്ട് പോകുന്നു. അപ്പോൾ നമുക്ക് ബാക്കി ഇതാണ് കിട്ടുന്നത്. അറ്റ് Z = 2. ഇവിടെ സെഡിന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സെഡിന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഡബിൾ ഇൻ്റഗ്രൽ y dx dy, ഒന്ന് എക്സിനും ഒന്ന് വൈക്കും. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ 0 to 2 y dy കൊടുത്തു, ഇൻ്റഗ്രൽ 0 to 2 dx കൊടുത്തു. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 4 കിട്ടുന്നു. അപ്പോൾ 5 സർഫസിൻ്റെ നമ്മൾ സർഫസ് ഇൻ്റഗ്രൽ കണ്ടു. ഇനി നമ്മൾ ഇതിനെ ടോട്ടൽ ചെയ്യാണ്. സോ ടോട്ടൽ സർഫസ് ഇൻ്റഗ്രൽ v.ds എന്ന് പറഞ്ഞാൽ അതിനെല്ലാം കൂടി ഞാൻ കിട്ടിയ ആൻസർ എല്ലാം കൂടി ആഡ് ചെയ്യുന്നു. സോ 16 + 0 + 12 - 12 + 4 = 20 എന്ന് കിട്ടുന്നു.